യോബിൻ്റെ കല്ലറ കാണുവാനായിട്ട്, യോബ് പാർത്ത ആ ദേശം കാണാനായിട്ട് കടന്നു വന്നതാണ്. അവിടെ കടന്നു വന്നപ്പോഴാണ് എൻ്റെ താഴ്വാരത്ത് എനിക്ക് എത്തുവാനായിട്ട് ഇടയായി. എൻ്റെ താഴ്വാരങ്ങളിൽ വന്നപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇതൊരു മരുഭൂമിയാണോ എന്നുപോലും തോന്നത്തക്ക നിലയിൽ, അത്ഭുതപ്പെട്ടു പോകത്തക്ക നിലയിൽ ആ ദൈവദാസൻ വാർത്ത തോന്നാത്ത രീതിയിൽ, ആമേൻ, ഒരു മരുഭൂമിയാണെന്ന് തോന്നാത്ത വിധത്തിൽ ഈ സ്ഥലത്തിൻ്റെ മഹത്വം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടുത്തെ കാലാവസ്ഥ പോലും അനുഗ്രഹിക്കപ്പെട്ട കാലാവസ്ഥയാണ്. ഇവിടുത്തെ പ്രകൃതി പോലും, ഇവിടുത്തെ മണ്ണ് പോലും അനുഗ്രഹിക്കപ്പെട്ട മണ്ണായിട്ട് മാറുവാൻ ഇയ്യോബ് എന്ന ദൈവഭക്തൻ തൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം അതെല്ലാം തെളിയിക്കുകയായിരുന്നു. ജീവനുള്ള ക്രിസ്തുവായിരുന്നു, ക്രിസ്തുവിൻ്റെ തേജസ് എന്തെന്ന്, ക്രിസ്തുവിൻ്റെ മഹത്വം എന്തെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കാൻ നമുക്ക് കർത്താവായ യേശുവിൽ ശരണപ്പെടാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.